നീല ലിറ്റ്മസ് പേപ്പറിന്റെ ആസിഡിലെ നിറം ചുവപ്പ്. നീല ലിറ്റ്മസ് പേപ്പറിന്റെ ആസിഡിലെ നിറം ചുവപ്പും നീല ലിറ്റ്മസ് പേപ്പറിന്റെ ആൽക്കലിയിലെ നിറം നീലയുമാണ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിലെ ആസിഡിലെ നിറം ചുവപ്പും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് ആൽക്കലിയിലെ നിറം നീലയുമായിരിക്കും. അപ്പം ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു, ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു. ചുവപ്പാക്കുന്നത് ആസിഡും നീലയാക്കുന്നത് ആൽക്കലിയും. ഫിനോൾഫ്തലിന് ആസിഡിലെ നിറം, അത് ഫിനോഫ്തലിന് ആസിഡിലെ നിറമില്ല. ഫിനോഫ്തലിന് ആൽക്കലിയിലെ നിറം പിങ്കാണ്. അപ്പോൾ ഫിനോഫ്തലിന് ആസിഡിലെ നിറം ചോദിച്ചാൽ ഫിനോഫ്തലിന് ആസിഡിലെ നിറമില്ല. പിന്നെ ആൽക്കലിയിൽ ഫിനോഫ്തലിൻ്റെ നിറം പിങ്കായിരിക്കും. അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച് ഉണ്ട്. മീഥൈൽ ഓറഞ്ച് ഒക്കെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്. മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്ക്, ആസിഡിലെ ഇളം പിങ്കും ആൽക്കലിയിൽ ഇളം മഞ്ഞയും. അപ്പം മീഥൈൽ ഓറഞ്ചിന് ആൽക്കലിയിൽ ഇളം പിങ്കും ആസിഡിലെ ഇളം പിങ്കും ആൽക്കലിയിൽ ഇളം മഞ്ഞയും. ഫിനോഫ്തലിനാണെങ്കിൽ ആസിഡിലെ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക്. മഞ്ഞളും ആൽക്കലിയും ഉദാഹരണം സോപ്പ് ചേർന്ന് ലഭ്യമാക്കുന്ന നിറം ചുവപ്പാണ്. അപ്പോൾ മഞ്ഞളും ആൽക്കലിയും കൂടി ചേർന്നാൽ നമുക്ക് ലഭിക്കുന്നത് ചുവപ്പ് നിറമാണ്. ചെമ്പരത്തി പേപ്പറിന്റെ നിറം നീലയാണ്. ചെമ്പരത്തി പേപ്പറിന്റെ നിറം നീല. ചെമ്പരത്തി പേപ്പർ ആസിഡിലെ ചുവപ്പായിട്ട് മാറുന്നു. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് നിർവീര്യീകരണം. അപ്പോൾ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡ് ആൽക്കലിയും കൂടി നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആൽക്കലിയുടെ ആസിഡിന്റെയും ഗുണം നഷ്ടമാകുകയും എന്താവും, ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രവർത്തനമാണ് നിർവീര്യീകരണം. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും അല്ലെങ്കിൽ കാസ്റ്റിക് സോഡയും കൂടി ചേരുമ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡും ജലവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും HCl, ഹൈഡ്രോക്ലൈഡും അതായത് കാസ്റ്റിക് സോഡയും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡയും ചേരുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്, സോഡിയം ക്ലോറൈഡും ജലവും ലഭിക്കും. അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് വിനാഗിരി അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ആസിഡ് വിനാഗിരി അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ്. മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ മണ്ണിൽ ചേർക്കുന്നത് കുമ്മായം. അപ്പോൾ മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ചേർക്കുന്നത് കുമ്മായമാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ്. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ്. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവ ഉപയോഗിക്കുന്നു. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ. ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിലാണ്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്ന ഉപകരണമാണ് pH സ്കെയിൽ. pH സ്കെയിൽ എന്ന് ഉപയോഗിക്കുന്ന ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്ന ഉപകരണമാണ് pH സ്കെയിൽ. pH മൂല്യം 7 സൂചിപ്പിക്കുന്നത് നിർവീര്യ വസ്തുവിന്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം, 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. pH 7 എന്ന് പറയുന്നത് നിർവീര്യ വസ്തുവാണ്. അതുപോലെ pH 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയും താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും.